ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. അനൂപിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. അതിന്റെ വിവരങ്ങളുമായിട്ട് ഉമേഷ് ആണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിയ. എന്താണ് ഈ ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി അനൂപിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വ്യക്തമായ ചില കാര്യങ്ങൾ നമുക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ കേസിന്റെ മുൻപോട്ടുള്ള നീക്കങ്ങൾ? അന്വേഷണ പരിധിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്? പ്രിയ, ഈ കേസിൽ ഈ നിലവിൽ അറസ്റ്റ് ചെയ്ത റിമാൻഡിലായ അനൂപിനെ കുറെ കൂടി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ അവധി ദിനമാണ്. നാളെ ഇയാളെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോലീസ് അപേക്ഷ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അതിജീവിതയുടെ ദാരുണമായ മരണമാണ് ഉണ്ടായത്. ദിവസങ്ങളോളം രോഗക്കിടക്കയിലായിരുന്നു അതിജീവിത ഉണ്ടായത്. ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇന്നലെയാണ് അതിജീവിതയുടെ സംസ്കാരമടക്കം പൂർത്തിയായത്. ഈ ഘട്ടത്തിൽ ഈ പ്രതി അനൂപ് അതിജീവിതയെ അതിക്രൂരമായി ആക്രമിച്ചു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ തന്നെ പല കാര്യങ്ങളും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യയാണ് അനൂപിനെതിരെ ചുമത്തിയത്. അതിന് കാരണം ഈ യഥാർത്ഥത്തിൽ മരണകാരണമായത് ഈ അനൂപ് ആക്രമിക്കുന്നതിനിടയിൽ ഈ അതിജീവിത താൻ മരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ ഷാളിട്ട് കുരുക്കി ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ഈ കുരുക്കിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഈ അതിജീവിത പിടയുന്നത് കണ്ട് അനൂപ് തന്നെയാണ് ഈ ഷാള് മുറിച്ചു മാറ്റിയത്. ഇതേ തുടർന്ന് താഴേക്ക് വീണു. തലയിടിച്ച് താഴേക്ക് വീണപ്പോൾ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ വീണ്ടും മുഖം അമർത്തി പിടിക്കാനുണ്ടായത്. ആ ഘട്ടത്തിലാണ് അതിജീവിത അബോധാവസ്ഥയിലായത്. പിന്നീട് ഏതാനും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച ശേഷം ഈ അതിജീവിത മരിച്ചു എന്ന് കരുതിയാണ് അനൂപ് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയായി. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനമനുസരിച്ച്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇങ്ങനെ ശ്വാസം മുട്ടിയപ്പോൾ കഴുത്തിൽ ആ കുരുക്കിട്ട് മുറുക്കിയപ്പോൾ ഉണ്ടായ ആ ക്ഷതമാണ് മരണകാരണമായത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരിട്ട് കൊലക്കുറ്റം എന്ന നിലയിൽ ചുമത്താതെ കുറ്റകരമായ നരഹത്യ എന്ന നിലയിലുള്ള വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഈ അനൂപിൻ്റെ കൂടുതൽ പശ്ചാത്തലം പോലീസിന് അറിയേണ്ടതുണ്ട്. ഇയാൾ ലഹരി ഇടപാടടക്കം നടത്തിയിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഇങ്ങനെ അനൂപ് അവിടെ വന്ന് ഈ അതിജീവിതയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ വിവരം മറ്റാർക്കെങ്കിലും അറിയുമായിരുന്നു? ഒരുപക്ഷെ സുഹൃത്തുക്കളോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അതിജീവിതയുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ സുഹൃത്തുക്കളെയും പോലീസ് നേരിട്ട് കണ്ട് മൊഴിയെടുക്കും എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സമഗ്രമായ രീതിയിൽ ഇതിൽ പ്രതി അനൂപാണ് എന്ന് പോലീസിന് തിരിച്ചറിഞ്ഞെങ്കിലും കുറേ കൂടി അനൂപിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കോട്ടയം, എറണാകുളം ജില്ലയിലായി, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ നിലവിലുണ്ട്. കഞ്ചാവ് കേസടക്കം നിലവിലുണ്ട്. അപ്പോൾ അത്തരം കൂടുതൽ പശ്ചാത്തലം അതിനെക്കുറിച്ച് പോലീസിന് അറിയേണ്ടതുണ്ട്. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. ആദ്യഘട്ടത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തന്നെ ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇനി കസ്റ്റഡിയിൽ വാങ്ങി കുറേ കൂടി വിശദമായി ചോദ്യം ചെയ്യണം എന്നതുകൊണ്ടാണ് നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അനൂപിൻ്റെ സുഹൃത്തുക്കളെ കൂടി വിളിച്ച് വിശദമായി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയ. ഉമേഷ്, ഈ സംഭവം ഇതിനു മുൻപും ഇയാൾ ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയും മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് അനുഭവപ്പെടേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇയാളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ പ്രതിയുടെ പശ്ചാത്തലം ഇപ്പോൾ പറഞ്ഞു, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇനി ഇയാൾ മറ്റ് ഇടങ്ങളിൽ ഇയാളുടെ ഒരു രീതി, ഇതൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണം ഏത് രീതിയിൽ വിപുലപ്പെടുത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? നിരന്തരം ഇയാളിൽ നിന്നും മർദ്ദനം ഈ കുട്ടി നേരിട്ടിരുന്നോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടോ? അതെ, നിരന്തരം മർദ്ദനം നേരിട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് അന്വേഷണത്തിന് മനസ്സിലാകുന്നത്. കാരണം ഈ കുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തായി മുറിപ്പാടുകളുണ്ട്. അതിൽ ആ മുറിപ്പാടുകൾക്ക് പലതും ദിവസങ്ങളോളം പഴക്കമുള്ള മുറിപ്പാടുകളടക്കം ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ഒപ്പം ഈ കുട്ടിയുടെ അമ്മ തന്നെ മൊഴിയായി നൽകിയിട്ടുമുണ്ട്. ഇതിനു മുൻപും
പലതവണ അനൂപ് ഇങ്ങനെ ഈ കുട്ടിയെ മർദ്ദിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അനൂപുമായുള്ള ബന്ധം ഒഴിവാക്കണമെന്നൊക്കെ ഈ കുട്ടിയോട് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അനൂപ് ഇടയ്ക്കിടെ വരികയും കുട്ടിയെ ശാരീരിക മാനസിക പീഡനം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. മുറിപ്പാടുകളിൽ പലതും പഴക്കമേറിയവയാണ്. അതുകൊണ്ട് എത്ര നാളായി ഇങ്ങനെ ഒരു ആക്രമണം അനൂപിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്ന് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയണം. ഒപ്പം മറ്റാരെങ്കിലും ഈ അനൂപിനെ കൂടാതെ മറ്റാരെങ്കിലും ഈ കുട്ടിയെ ആക്രമിച്ചിരുന്നു, ആ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങണം എന്ന് പോലീസ് തീരുമാനിച്ചതും ആ ഘട്ടത്തിൽ തന്നെയാണ്. ഈ അനൂപിൽ നിന്നുള്ള ഭീഷണി ഈ കുട്ടിയുടെ അമ്മയ്ക്കടക്കം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മയെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന, ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഈ കുട്ടി ഒറ്റയ്ക്കുള്ള സമയത്താണ് അനൂപ് അവിടെ രാത്രി വരികയും ഒരു രാത്രി മുഴുവൻ ശാരീരിക പീഡനം, ശാരീരികമായി ആക്രമിക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി അനൂപിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി അനൂപിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. ശരി ഉമേഷ്, തുടരുക. നമുക്ക് മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഈ പ്രതിയെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്.